പങ്കാളിക്ക് വേണ്ടി നൊന്ത് പ്രാർത്ഥിക്കുമ്പം, ഭർത്താവിലെ തിന്മ, ഭാര്യയിലെ തിന്മ മാറാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ആദ്യം ആ വ്യക്തിയെ ചേർത്ത് പിടിക്കണം. ഈ വ്യക്തി എനിക്ക് തന്നതിന് നന്ദി, ഈ മോനെ തന്നതിന് നന്ദി. മക്കളുടെ മേലുള്ള പൈശാചിക സാന്നിധ്യങ്ങളെ അപ്പനും അമ്മയും കൂടെ ഈശോയുടെ നാമത്തിൽ അപ്പനും അമ്മയും എന്നുള്ള അധികാരം അഭിഷേകം അനുസരിച്ച് ഉപയോഗിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, എൻ്റെ കുഞ്ഞിൽ നിന്നും ഇന്ന അരുവികൾ വിട്ടുമാറിപ്പോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അധികാരമുണ്ട്. ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുക. 3 വാക്കുകൾ ഒരു കീ പൊസിഷനിൽ അങ്ങനെ കാണുന്നുണ്ട്. ബന്ധിച്ച്. ഞാൻ പ്രധാനത്തായിരിക്കുമ്പം ഒരു പെൺകുട്ടിയെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. ഒരു 52 ദിവസത്തെ പ്രാർത്ഥന വേണ്ടി വന്നു. സുഖപ്പെടുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കാൻ മേല. ഞാൻ പിന്നീട് അതേപ്പറ്റി വിശദീകരിച്ച് പറയാം. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനത്തെ വിടുതൽ കിട്ടിയത് ഒരു പാതിരാത്രി കഴിഞ്ഞ സമയത്താണ്. അവസാനം ഈ പെൺകുട്ടിയിലൂടെ വെളിപ്പെട്ടത് ലൂസിഫർ ആണെന്ന് പറഞ്ഞാൽ സ്വയം പരിചയപ്പെടുത്തിയത്. വളരെ വയലൻ്റായ ഒരു അവസ്ഥയിൽ പെൺകുട്ടി ഞങ്ങൾ 7 പേര് പിടിച്ച് ബലമായിട്ട് തറയെ കിടത്തിയിരിക്കുകയാണ്. ഞാനും ഒരു വശത്ത് നിന്ന് കുനിഞ്ഞ് അവിടെ മുടി ഇങ്ങനെ ഒരുമിച്ച് പിടിച്ച് നിരത്തോട്ട് അമർത്തി പിടിച്ചിട്ട് കുരിശുരൂപം പിടിച്ചുകൊണ്ട് അവിടെ മുഖത്തേക്ക് ചാഞ്ഞെന്ന് ചുറ്റും ആൾക്കാരിരുന്നിട്ട് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു 2:30-3 മണിയൊക്കെ ആയ സമയം രാത്രി. ഇപ്പോൾ കിടന്ന് ഭയങ്കരമായിട്ട് വയലൻ്റ്. അതിനു മുമ്പ് മറ്റു പല പൈശാചിക അരൂപികൾ ഇങ്ങനെ പേര് പറഞ്ഞൊക്കെ ഇറങ്ങിപ്പോയി. അവസാനം ഈ അരൂപി അപ്പം അങ്ങനെ ഇറങ്ങിപ്പോകാൻ ലൂസിഫറാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകല എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും വിശ്വാസം ചൊല്ലിക്കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി വന്നപ്പോഴത്തേക്കും ഇറങ്ങി പൊക്കോളാമെന്ന് പറഞ്ഞ് നിർത്ത് ഞങ്ങൾ നിർത്തിയല്ല, ഇറങ്ങി പോകാൻ പറഞ്ഞ് അങ്ങനെ ശക്തമായിട്ട് എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് അവസാനം ഇറങ്ങിപ്പോകുന്ന അവസ്ഥ വന്നപ്പോഴത്തേക്കും ഈ പെൺകുട്ടി ശരീരം കിടന്ന് വല്ലാണ്ട് എടുത്ത് പൊളയ്ക്കുകയാണ്. ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കഴുത്തേ കൂടെയൊക്കെ ഈ ഉരുണ്ട് കയറി വരുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ചെറുനാരങ്ങ വലുപ്പത്തിലൊക്കെ തൊലിക്കടിയിൽ ഇങ്ങനെ മുഴച്ച് പൊങ്ങി ഇങ്ങനെ നീങ്ങുന്നത് കാണാൻ പറ്റും. ചിലപ്പോൾ വയറ്റിലായിരിക്കുമ്പോൾ കൊച്ചി ചിലപ്പോൾ ഈ പ്രാർത്ഥനയ്ക്കിടയിൽ അതിനുള്ള ബോധം വെച്ച് ഞങ്ങൾ കൈ കൊണ്ട് കുറച്ച് വയറ്റത്ത് ഇങ്ങനെ വെച്ച് കുരിശ് വരയ്ക്കാൻ പറയും. ഇങ്ങനെ പിടിച്ചോണ്ട് പോകും. അപ്പോൾ ഞങ്ങൾക്കറിയാം അങ്ങനെ പിടിക്കുമ്പോൾ ഈ വയറ്റിൽ കൂടെ ഇങ്ങനെ ഒരു ഉരുണ്ട് ഇങ്ങനെ നീങ്ങുന്നത് നമുക്ക് തൊട്ട് കയ്യിൽ അറിയാൻ സാധിക്കും. കഴുത്തെ കൂടെ ഇങ്ങനെ കയറി വരുന്നത് ഞങ്ങൾ പലരും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അപ്പോൾ അവിടെ കുരിശ് വരയ്ക്കുമ്പോൾ അത് മാറിപ്പോകും. പൈശാചികമായ സാന്നിധ്യം നീങ്ങുന്നതിന് ചില ബാഹ്യ അടയാളങ്ങളാണ് ഇങ്ങനെ. ഇതിങ്ങനെ ഈ പോരാട്ടം ഇത്ര രൂക്ഷമായിട്ട് വന്നപ്പം ഈ കൊച്ച് വല്ല മരിച്ചു പോയേക്കോ എന്ന് പോലും പേടി വന്നുപോയി. ഇവിടെ നമ്മൾ അപ്പൻ പയ്യനെ കൊണ്ട് വരുമ്പം കണ്ടു നിന്നവർ പറഞ്ഞിട്ട് കൊച്ചു മരിച്ചു പോയി എന്ന് പോലും പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ വന്നപ്പോൾ ഞാൻ അറിയാതെ ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു, നിന്റെ ശക്തിയെ ഞാൻ ബന്ധിക്കുന്നു. അങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അങ്ങനെ പറഞ്ഞില്ല ചിലപ്പോൾ ഈ കൊച്ചിൻ്റെ ശരീരം തന്നെ പൊട്ടിപ്പോകുമോ എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇട്ട് ഈ കൊച്ചിനെ ഇട്ട് ഇവനും ഇങ്ങോട്ടും ഞെരുക്കുകയാണ് ശരീരം ഇങ്ങനെ വല്ലാണ്ടാക്കിയിട്ട്. ബന്ധിക്കുന്നു പറഞ്ഞ ക്ഷണത്തിൽ പെട്ടെന്ന് ഒതുങ്ങി. അന്നാണ് ഞാൻ ആ വാക്കിൻ്റെ കരുത്ത് അനുഭവിച്ചറിഞ്ഞത്. ബന്ധിക്കുന്നു എന്ന് ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു പറയുമ്പം അപ്പോഴവൻ അനുസരിക്കുകയാണ്. ഒതുങ്ങി, അവന് പറ്റുന്നില്ല. പെട്ടെന്ന് ഒതുങ്ങി അങ്ങോട്ട്. പിന്നെ പ്രാർത്ഥിച്ചത് ഇറങ്ങിപ്പോയി. അപ്പം ഇത് ബന്ധിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെ അവൻ ഉപദ്രവം ചെയ്യും. ബന്ധിക്കാതെ പറ്റില്ലെന്ന് ഈശോയോടെ പറയുകയാണ്. തിന്മയെ ബന്ധിക്കുക, ശാസിക്കുക. ഈശോ ശാസിക്കുന്ന കാണാം, നമ്മൾ കണ്ടുവരുമ്പോൾ കാണും. ശാസിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോകാൻ പറയുന്നത്. അവിടെ ബഹിഷ്കരിക്കുക. ഈ 3 ആശയങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മളിങ്ങനെ പറയുമ്പം നിങ്ങൾ ഓർക്കരുത്, ചിന്തിക്കരുത് ഇത് അച്ഛന്മാർ ചെയ്യേണ്ട കാര്യം. ശരിയാണ്, ബഹിഷ്കരണ ശുശ്രൂഷ ചെയ്യാനായിട്ട് അച്ഛന്മാരെയാണ് കത്തോലിക്ക സഭയുടെ കാന നിയമം അനുസരിച്ച് മെത്രാൻ, പിതാവ്, ബിഷപ്പ് നിയോഗിക്കുന്ന ഒരു അച്ഛൻ വൈദികം മാത്രമേ ചെയ്യാവൂ എന്ന് കാന നിയമത്തിൽ പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത് സഭയുടെ ഔദ്യോഗികമായ ഒരു പ്രാർത്ഥന ക്രമമാണ് മേജർ എക്സോസിസം. എൻ്റെ പുസ്തകത്തിൻ്റെ അവസാനം ഞാൻ അനുബന്ധമായിട്ട് ആ പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് 10-38 കണ്ണികളിലൂടെ കൃത്യമായിട്ട് സഭ നിഷ്കർഷിച്ചിട്ടുണ്ട്. ആ ക്രമം അനുസരിച്ച് ഈ പ്രാർത്ഥന ഉപയോഗിക്കാവൂ. ആ പ്രാർത്ഥനയ്ക്ക് തന്നെ 2 ഘട്ടമുണ്ട്. ഒന്നാമത്തെ ഘട്ടം അപേക്ഷാ രീതിയിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനയാണ്. രണ്ടാമത്തേത് ആജ്ഞാരൂപത്തിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥനയാണ്. അപേക്ഷാ രൂപത്തിലുള്ള പ്രാർത്ഥനയ്ക്കകത്ത് കുറേയേറെ പ്രാർത്ഥനകൾ ആ ഔദ്യോഗിക ക്രമത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സകല വിശുദ്ധരുടെ ഒത്തിനെയായും 91 സങ്കീർത്തനവും പിന്നെ പല വിശുദ്ധരുടെ മധ്യസ്ഥ പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങൾ, വേറെ പല സങ്കീർത്തനങ്ങളും വചനഭാഗങ്ങൾ ആവർത്തി പ്രാർത്ഥിക്കുന്നതും വായിക്കുന്നതും അങ്ങനെ പറഞ്ഞ കുറേയേറെ പ്രാർത്ഥനാ ഒരുക്കങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് അച്ഛൻ തന്നെ ചൊല്ലുന്നൊരു അപേക്ഷാ പ്രാർത്ഥന വീണ്ടുമുണ്ട്.
നമ്മുടെ ധ്യാനത്തിൻ്റെ അവസാന ദിവസം പ്രാർത്ഥന ഉപയോഗിക്കും. ആ അപേക്ഷാ പ്രാർത്ഥനയുടെ ഭാഗം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗം ആജ്ഞാരൂപത്തിലുള്ള പ്രാർത്ഥനയാണ്. ബഹിഷ്കരണ ശുശ്രൂഷയ്ക്കകത്ത് യാചനാരൂപത്തിലുള്ള ബഹിഷ്കരണ പ്രാർത്ഥന ശുശ്രൂഷയുണ്ട്, ആജ്ഞാരൂപത്തിലുള്ള ബഹിഷ്കരണ ശുശ്രൂഷയുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് സഭ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഈ രണ്ടാമത്തെ ഭാഗം ആജ്ഞാരൂപത്തിലുള്ള പ്രാർത്ഥനയെ പറ്റി ഉള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്, അത് ഉപയോഗിക്കുമ്പോൾ ചൊല്ലുമ്പം അധികാരപ്പെടുത്തിയിരിക്കുന്ന അച്ഛൻ മാത്രമേ അത് പറഞ്ഞ് ആജ്ഞാപിക്കാവൂ. കൂടെ നിൽക്കുന്ന ആൾക്കാരും മനസ്സുകൊണ്ട് പോലും ഒപ്പം അത് പറയരുത്. ആൾക്കാർ മറ്റ് പ്രാർത്ഥന യാചന രീതിയിൽ ചൊല്ലിച്ചൊല്ലി വേണം നിൽക്കാൻ. കാരണം പിശാചിനോട് നേരെയുള്ള ഒരു ആജ്ഞാപിക്കലാണ്. അത് ആ അധികാരമുള്ള വൈദികൻ മാത്രമേ ചെയ്യാവൂ എന്നാണ്. അപ്പം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കത്തോലിക്കാ സഭ നമുക്കറിയാം, സഭയിൽ ഒരു കാര്യവും കാഷ്വലായിട്ട് സഭ ചെയ്യല. 2000 വർഷത്തെ പാരമ്പര്യം, അതിനകത്ത് ഒരുപാട് അനുഭവങ്ങൾ, ആദ്യ നാൾ മുതലുള്ള കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട മെത്രാന്മാർ, സഭാധ്യക്ഷന്മാർ ഒരുമിച്ച് കൂടി ദൈവശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും ഒരുമിച്ചിരും ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് വീണ്ടും ചർച്ച ചെയ്ത് അങ്ങനെ സഭയുടെ സൂനകദോസുകൾ, അതിൻ്റെ തീരുമാനങ്ങൾ, കൗൺസിൽ ഡിഗ്രികൾ, പ്രതിജ്ഞാ കൗൺസിൽ വരെ വന്നിരിക്കുന്ന അങ്ങനത്തെ ഒരു വലിയ രേഖകളുടെ വലിയ ഒരു നിധി പോലെയുള്ളത് അങ്ങനെ രൂപപ്പെട്ട് വന്ന ക്രമങ്ങൾക്കിടയിൽ നമുക്കൊരു പക്ഷേ അതിശയം തോന്നും. ഞാനത് പഠിക്കുന്ന കാലത്ത് ബാംഗ്ലൂർ പഠിക്കുമ്പോൾ ഈ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, സഭയിൽ ഒരുപാട് ശുശ്രൂഷയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 7 ശുശ്രൂഷകൾ 7 കൂദാശകളാണ്, ഇല്ലേ? സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള ശുശ്രൂഷകൾ 7 കൂദാശയാണ്. മാമോദിസ തുടങ്ങി ഉള്ള 7 കൂദാശകൾ. അതിനേക്കാൾ കൂടി ഒരു ശുശ്രൂഷയെ പറ്റി സഭ ചിന്തിക്കാൻ പറ്റിയല്ല. പൗരോഹിത്യം എന്ന കൂദാശയുടെ പൂർണ്ണതയാണ് മെത്രാഭിഷേകത്തിൽ കൊടുക്കുന്നത്, പൗരോഹിത്യത്തിനകത്ത് വരുന്നതാണ്. ഇപ്പം ഈ 7 കൂദാശകളെ പറ്റി പറയുന്നിടത്ത്, അത് പരികർമ്മം ചെയ്യാനുള്ള ഒരുക്കത്തെ പറ്റി പറയുന്നിടത്ത് ഒരിടത്തും ഇല്ലാത്ത തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് സഭ 7 കൂദാശയെ പെടുന്നില്ലാത്ത സാക്രമെന്റൽ കൂദാശ അനുകരണമായിട്ട് അടുത്ത ഗ്രേഡിൽ 2ാം ഗ്രേഡ് വരുന്നതാണ് കൂദാശ അനുകരണങ്ങൾ, വെഞ്ചരിപ്പിന്റെ ക്രമം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ആ ഗണത്തിൽപ്പെട്ട എക്സോർസിസം നിർവഹിക്കാനായിട്ട് സഭ അനുശാസിക്കുന്നത് ഈ കൂദാശകൾക്കൊന്നും പറഞ്ഞിട്ടില്ലാത്ത പോലെയുള്ള ഗൗരവമുള്ള അനുശാസനങ്ങളാണ്. ഈ ബഹിഷ്കരണ ശുശ്രൂഷ ചെയ്യാനായിട്ട് പൗരോഹിത്യത്തിനകത്ത് മാമോദിസ പരികർമ്മം ചെയ്യാനായിട്ട് പിതാവിനോട് ചോദിക്കണ്ട. അച്ഛൻ ഏത് വ്യക്തിയെ മാമോദിസ മുക്കാം, ഏത് വ്യക്തിയും കുമ്പസാരിപ്പിക്കാം, കുർബാന ചൊല്ലാം, എന്ന് വേണമെങ്കിലും ഒന്ന് കൂടുതൽ വേണേൽ കുർബാന ചൊല്ലാം, കുർബാന എഴുന്നള്ളിച്ച് കൊടുക്കാം, രോഗിരോധനം കൊടുക്കാം. ഒരു ബിഷപ്പിന് ഏത് അച്ഛനെയും ബിഷപ്പായിട്ട് അഭിഷേകം ചെയ്യാനായിട്ട് കോൺസെക്രേഷൻ നടത്താം. ഇതിനൊന്നും പ്രത്യേക നിർദ്ദേശങ്ങളൊന്നുമില്ല. കുർബാനയെല്ലാവരും അച്ഛൻ വരുമ്പോൾ അച്ഛന് ഒരു പക്ഷേ ഒരുക്കക്കുറവുണ്ട്, അച്ഛൻ എന്തെങ്കിലും പാപത്യപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ പോലും അച്ഛൻ ബലി അർപ്പിക്കുമ്പം, ജനത്തിന് വേണ്ടിയിട്ട് അത് അർപ്പിക്കുമ്പം അവിടെ ബലി തന്നെയാണ് എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. അച്ഛന് ഒരുക്കക്കുറവുണ്ടേ പോലും, അച്ഛന് വിശ്വാസക്കുറവുണ്ടേ പോലും, അതിന് കാര്യം അഭിഷേകത്തിന് കുറവ് വരും, എങ്കിൽ പോലും കുർബാന തന്നെയാണ്. അതേസമയം ഈ എക്സോസം പ്രാർത്ഥനയെ പറ്റി പറയുന്നത്, അത് ഒരച്ഛനെ ചെയ്യാവൂ. അച്ഛൻ ചെയ്യുമ്പോൾ അത് മെത്രാനച്ഛൻ അറിഞ്ഞ് രേഖാമൂലം അനുവദിച്ചിട്ടേ ചെയ്യാവൂ, അനുവാദം മേടിച്ചിട്ടേ ചെയ്യാവൂ. അതും അറിവും വിവേകവും വിശുദ്ധിയുമുള്ള ഒരു വൈദികനെ മാത്രമേ ബിഷപ്പ് അത് ഏൽപ്പിക്കാവൂ. ആ വൈദികൻ തന്നെ ആവശ്യത്തിന് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് ഇത് ചെയ്യാവൂ. ഇങ്ങനെ കാനന നിയമത്തിൽ പറയുന്ന വേറെ ഒരു ശുശ്രൂഷയും സഭയിലില്ല. അപ്പം അതുപോലെയുള്ള ഗൗരവം ഈ ശുശ്രൂഷ സഭ കാണുന്നുണ്ട്. കാരണം അവിടെ തിന്മയുടെ ശക്തിയെ നേരെ അഭിമുഖീകരിക്കുകയാണ്, കൺഫ്രണ്ട് ചെയ്യുകയാണ്. അതേസമയം നമ്മളെല്ലാവരും ബഹിഷ്കരണ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ് നമ്മുടെ വീടുകളിൽ. ഇപ്പോൾ ഒരച്ഛന് ചെയ്യാനുള്ള അധികാരം ആ അച്ഛനെ ഏൽപ്പിക്കുന്ന ആളിൻ്റെ മേലാണ്, പിതാവ് ഏൽപ്പിക്കുകയാണ്. ഇതുപോലത്തെ ഒരു അധികാരം നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. എവിടെയാണ്? അപ്പനും അമ്മയ്ക്കും മക്കളുടെ മേൽ അധികാരമുണ്ട്, ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം അധികാരമുണ്ട്, ഒരു കുടുംബനാഥന് തൻ്റെ ഭവനത്തിൻ്റെ മേലെ അധികാരമുണ്ട്, തൻ്റെ വസ്തുക്കളുടെ മേലെ അധികാരമുണ്ട്. ആ മേഖലയിൽ നാം ഓരോരുത്തരും ഈ ബഹിഷ്കരണ ശുശ്രൂഷ അപേക്ഷാ രീതിയിലുള്ളതും ആജ്ഞാ രീതിയിലുള്ളതും ചെയ്യണം. മക്കളുടെ മേലുള്ള പൈശാചിക സാന്നിധ്യങ്ങളെ അപ്പനും അമ്മയും കൂടെ ഈശോയുടെ നാമത്തിൽ
അപ്പനും അമ്മയും എന്നുള്ള അധികാരം അഭിഷേകം അനുസരിച്ച് ഉപയോഗിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, എൻ്റെ കുഞ്ഞിൽ നിന്നും ഇന്ന അരുവികൾ വിട്ടുമാറിപ്പോവും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അധികാരമുണ്ട്. അയൽപക്കത്തെ പിള്ളേരുടെ മേൽ കൈവച്ച് അങ്ങനെ പ്രാർത്ഥിക്കരുത്. ആൾക്കാരുടെ മേൽ കൈവച്ച് അങ്ങനെ പ്രാർത്ഥിക്കരുത്. അവിടെ നമുക്ക് അധികാരമില്ല. ഇവിടെ അധികാരമുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല നിയമങ്ങളൊക്കെ വന്നിരിക്കുന്ന തലങ്ങളിൽ ഈ ഒരു ബഹിഷ്കരണ ശുശ്രൂഷയുടെ ഒരു സാങ്കത്യം ഈ രീതിയിലുണ്ട്. അതിന് നമ്മൾ മനസ്സുകൊണ്ട് ഒരുങ്ങണം. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ 3 വാക്കുകൾ പറഞ്ഞതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിൽ കുറിക്കണം. ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. ഇത് നമ്മൾ നമ്മുടേതായ അധികാര സീമയിൽ നിരന്തരം ഉപയോഗിക്കേണ്ട ഒരു ആത്മീയ ശുശ്രൂഷയുടെ കാര്യമാണ്. അത് അച്ഛന്മാർക്ക് വേണ്ടി മാറ്റി വെക്കരുത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കും, നിങ്ങൾ ദൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? അച്ഛാ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു അച്ഛന്മാരുടെ കഴിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഒരു ഇടവകയിൽ ഒരച്ഛന് ഇടവക്കാരുടെ മേൽ അധികാരമുണ്ട്. ഒരു ധ്യാന കേന്ദ്രത്തിൽ അവിടെ വരുന്ന ആൾക്കാരുടെ മേൽ അച്ഛന് അധികാരമുണ്ട്. രൂപതയിലെ ബിഷപ്പിന് ആ രൂപതയിലുള്ളവരുടെ മേൽ അധികാരമുണ്ട്. ഒരു രൂപതയിലെ ബിഷപ്പ് വേറെ സ്ഥലത്ത് ചെന്നാൽ അധികാരം എടുക്കുകയല്ല. ഒരു ഇടവകയിലെ അച്ഛൻ വേറെ സ്ഥലത്ത് ചെന്നാൽ അവിടെ അധികാരം എടുക്കുക, അല്ലെ അവിടുത്തെ അച്ഛൻ അനുവദിക്കണം. ബിഷപ്പ് വേറെ സ്ഥലത്ത് ചെല്ലും അവിടുത്തെ ബിഷപ്പ് അനുവദിച്ച് നിയോഗിക്കണം. എങ്കിലേ ഒരു ബിഷപ്പ് വടി പിടിച്ചുകൊണ്ട് നിന്നൊരു ശുശ്രൂഷ ചെയ്യുള്ളൂ. മുടി വെക്കും, തൊപ്പി വെക്കും, അത് വേഷത്തിന്റെ ഭാഗമാണ് മെത്രാന്റെ. എവിടെ ചെന്നാലും തൊപ്പി വെച്ച് നിൽക്കാം. പക്ഷെ വടി പിടിച്ചുകൊണ്ട് നിന്നൊരു ബിഷപ്പ് ഒരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ തൻ്റെ രൂപതയിലായിരിക്കണം. വേറെ രൂപത്തിൽ ചെന്നാൽ അവിടുത്തെ ബിഷപ്പ് അനുവദിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ ശുശ്രൂഷിക്കാൻ അധികാരമുള്ളൂ. അപ്പൊ അധികാരമുള്ളിടത്തെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ അധികാരം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുടെ മേൽ നമ്മൾ ഈ അധികാരം ഉപയോഗിക്കണം. മക്കളുടെ മേൽ തിന്മയെ ശാസിക്കണം, ബഹിഷ്കരിക്കണം. ഇത് നമ്മൾ നിരന്തരം ചെയ്യണം. ശക്തി കൂടിയതും കുറഞ്ഞതുമുണ്ട്. അപ്പനും അമ്മയും മക്കളിലുള്ള തിന്മയെ ഇറക്കി വിടാനായിട്ട് ഈ ശുശ്രൂഷ നിർവഹിക്കാതെ ഇരുന്നിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് പോയി അച്ഛൻ്റെ മക്കൾ കൊണ്ടുവന്നിട്ട് അച്ഛനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ, അച്ഛന് പറയുമ്പോൾ അതിന്റെ കരുത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് മുന്നോട്ടൊരു പൂർണ്ണ വിജയത്തിലേക്ക് എത്താൻ പാടാം. അപ്പനും അമ്മയും ഇത് ചെയ്യണം. മക്കളുടെ മേലുള്ള തിന്മയെ ശാസിക്കണം. നമ്മൾ തിന്മയെ ശാസിക്കുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അച്ഛനെ സ്വീകരിക്കണം. ശുശ്രൂഷ ഇരിക്കുമ്പോൾ നിങ്ങൾ ഞാൻ സ്വീകരിക്കണം. അപ്പോൾ ഒരു ബന്ധം വരും. ആ ബന്ധത്തിലൂടെ ദൈവത്തിന്റെ ശക്തി കടന്നു വരുള്ളൂ. ബന്ധം മുറിഞ്ഞു കിടക്കുന്നിടത്ത് ശക്തി ഒഴുകി വരികയില്ല. ഇലക്ട്രിക് പോസ്റ്റ് നിങ്ങളുടെ സർവീസ് വരെ പൊട്ടിക്കിടക്കുക. ഇവിടെ നമ്മൾ സ്വിച്ച് ഇട്ടാൽ തെളിയുകയില്ല. ബന്ധം കറക്റ്റ് ആയിരിക്കണം. ഓസ് ബ്ലോക്കായിട്ട് കിടന്ന ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരികയല്ല. ടാങ്കിലുണ്ടെങ്കിൽ പോലും ബ്ലോക്കാണ്. അപ്പൊ നമ്മൾ ഉള്ളു തുറക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും. അച്ഛൻ ആശീർവദിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങൾ ആ ശുശ്രൂഷയ്ക്കാട് ഉള്ളു തുറന്ന് നിങ്ങളായിരിക്കണം. ഇതുപോലെ ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. പങ്കാളിക്ക് വേണ്ടി നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഭർത്താവിലെ തിന്മ, ഭാര്യയിലെ തിന്മ മാറാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ആ വ്യക്തിയെ ചേർത്ത് പിടിക്കണം. ഈ വ്യക്തി എനിക്ക് തന്നതിന് നന്ദി, ഈ മോനെ തന്നതിന് നന്ദി, ഈ അപ്പായ അമ്മയെ തന്നതിന് നന്ദി, ഈ കൂടപ്പിറപ്പിനെ തന്നതിന് നന്ദി. ഞാൻ ഈ വ്യക്തിയെ സ്വീകരിക്കും. ദൈവമേ, ഈ വ്യക്തിയുടെ ഇന്ന തിന്മകള്, അങ്ങനെക്ക് തരിക മോനാണല്ലോ മോളാണല്ലോ, അങ്ങനെക്ക് പങ്കാളിയല്ലേ, ഇന്ന കുറവ് വ്യക്തികളുണ്ട്. ഈശോയെ വചനം പറയുന്നുണ്ടല്ലോ, ഭാര്യയുടെ മേൽ ഭാര്യയ്ക്കല്ല ഭർത്താവിന് അവകാശം, അധികാരം. ശരീരത്തിന്റെ മേൽ ഒന്ന് കുറച്ച് ദിവസം പറയുകയാണ്, ഭർത്താവിന്റെ ശരീരത്തിന്റെ മേൽ ഭർത്താവിന്റെ ഭാര്യയ്ക്കാണ് അവകാശം. അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരം മാറ്റിക്കൊടുക്കുക. കല്യാണം നടക്കുമ്പോൾ വിവാഹം എന്ന കൊതാശയില് അതുവരെയും ആ വ്യക്തിക്ക് തന്റെ മേൽ തന്നെ പൂർണ്ണ അധികാരമായിരുന്നു. വിവാഹത്തോടുകൂടി അധികാരം തിരിച്ചു കൊടുത്തു. ഭർത്താവിന്റെ മേൽ ഭാര്യയ്ക്ക് അധികാരം, ഭാര്യയുടെ മേൽ ഭർത്താവിന് അധികാരം, അവകാശവും. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ മേൽ കൈവച്ചൊരു ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ആവശ്യപ്പെടാൻ പറ്റും. ഈ വ്യക്തിയെ എനിക്ക് ഭർത്താവായിട്ട് പങ്കാളിയായിട്ട് തന്നു, എൻ്റെ ശിരസ്സായിട്ട് തന്നു. ആ ഭാര്യ എന്നുള്ള അധികാരവും അവകാശം അനുസരിച്ച് ഈശോയുടെ നാമത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു. ഈ വ്യക്തിയുടെ ഇന്ന തിന്മകൾ ഇറങ്ങിപ്പോകണം, വിട്ടുമാറി പോകണം. ആ വ്യക്തി അറിഞ്ഞോ അറിയാതെ അങ്ങനെ പ്രാർത്ഥിക്കണം. തിരിച്ച് ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടി ചേർത്ത് പിടിക്കണം. സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാത്തടത്ത് പ്രാർത്ഥന വിജയിക്കുകയല്ല. അനേക വ്യക്തികള്, ഉദാഹരണത്തിന് ഭർത്താവ് കുടി, ഭാര്യ വിഷമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭർത്താവിൻ്റെ കുടി, പണം തൂർത്ത്, വീട്ടിൽ വന്നിട്ടുള്ള ചിത്തെന്തറിയും, ഉറക്കുകയില്ല, മർദ്ദനം, ഇതെല്ലാം കണ്ട് സഖി കെട്ടും മടുത്ത് അതിയാനാണ്ട് എന്തൊരു ചെകുത്താൻ കയറിയ ആള് എന്ന് പറഞ്ഞ് വീട്ടിൽ കൈ വിരിച്ച് പിടിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ഇതാ കേൾക്കാം അവിടുന്ന് സ്വരം ആണ്ട് വരുന്നുണ്ട്. ദൈവമേ, ഇന്നും കുടിച്ചിട്ടാണ് കയറുന്നത്. ഓ,
എന്നും പറഞ്ഞിട്ട് എൻ്റെ കർത്താവെ കരുണയായിരിക്കണം, ഈശോയുടെ ദാരുണമായി പെടാ സഹനത്തെക്കുറിച്ച് എൻ്റെ ഭർത്താവിൻ്റെ മേൽ കരുണയായിരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു ഉപകാരം ഉണ്ടാവുകയില്ല. കാരണം എന്താ? ബന്ധമില്ല, ചേർത്ത് പിടിച്ചിട്ടില്ല. ചേർത്ത് പിടിക്കാത്ത ആളിലേക്ക് നമുക്ക് കൃപ കൊടുക്കാൻ, ഒഴുക്കി കൊടുക്കാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശക്തി നമ്മളിലേക്ക് വരും. പക്ഷെ നമ്മൾ വെറുപ്പിലാണെങ്കിൽ നമ്മൾ തന്നെ ചോർന്നു പോകും. അത് ചേർത്ത് പിടിക്കണം, അവിടെ കുറവുകൾ ക്ഷമിക്കണം. ഈശോന്റെ പിതാവ് ഇവർ ചെയ്യുന്ന എന്താന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ മക്കളെ വെറുത്തുകൊണ്ടാണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അവരെ കൊണ്ട് മടുത്തിട്ട് മാറ്റി വെച്ചിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? ഒന്ന് നന്നായാൽ മതിയായിരുന്നു, മാനസാന്തരപ്പെട്ടാൽ മതി. എന്നാണോ മാനസാന്തരപ്പെടുക ആർക്കറിയാം? ഇങ്ങനെ ഒരു നാശം പിടിച്ച സന്തതി അല്ലെ പങ്കാളി ഭർത്താവ് എൻ്റെ തലേ വന്ന് കയറിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയോട് പ്രാർത്ഥന, ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നു, നോയമ്പെടുത്തുകൊണ്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ അവിടെ മുഴുവൻ ചോർന്നു പോവുകയാണ്. ബന്ധം, അധികാരം, അവകാശം, കുറവും പോരായ്മയും ചേർത്ത് പിടിക്കാൻ അങ്ങനെ എടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 12 നമ്മളിപ്പോൾ തന്നെ നിർത്താം. ഒരു ഒറ്റ കാര്യം കൂടെ, 30-ാം വാക്യം കൂടെ നോക്കിക്കുകയും. മത്തായി 12:30, എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. 30-ാം വാക്യം ഈശോ പറയുന്ന എത്ര വ്യക്തമായിട്ട്, എത്ര ഷാർപ്പായിട്ടാണ് നോക്കിക്കുകയും. ഈ ശുശ്രൂഷയിൽ എന്നോട് കൂടെ നിങ്ങൾ ചേരുന്നില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ എതിരാളിയാണ്. ദൈവാത്മാവിനെ കൊണ്ട് പിശാചിനെ ബഹിഷ്കരിച്ച ദൈവരാജ്യം ഞാൻ പ്രഘോഷിക്കുന്നത്. ആ ഒരു ദൗത്യത്തിൽ നിങ്ങൾ എന്നോടുകൂടെ ചേരുന്നില്ലെങ്കിൽ, എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്. ഈശോയോട് കൂടെ നമ്മൾ ചേർന്നേ പറ്റൂ. ഈ ദൈവരാജ്യ ശുശ്രൂഷ നമ്മൾ ചേർന്നില്ലെങ്കിൽ ഈശോ പറയാണ് എൻ്റെ ശത്രുവിൻ്റെ കൂടെ അവൻ കൂടുന്നത്. വീണ്ടും പറയാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. മക്കൾക്ക് വേണ്ടി, പങ്കാളിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ തിന്മയെ ശാസിച്ചും ബഹിഷ്കരിച്ചും പ്രാർത്ഥിക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാനും ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ഈ വർഗം പുറത്തു പോകുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. വേണമെന്നുണ്ട് ദൈവമേ അങ്ങനെ മാനസാന്തരപ്പെട്ടിട്ട് എല്ലാവരും നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ നീ നിൽക്കുന്നതെങ്കിൽ ഈശോ പറയാണ്, നീ എൻ്റെ എതിരാളിയാണ്. നിന്റെ പങ്കാളിയെ, നിന്റെ മക്കളെ, നിന്റെ കൂടപ്പുറപ്പുകളെ നീ തമ്പുരാനിലേക്ക് ശേഖരിക്കാൻ എന്നോടുകൂടെ വില കൊടുത്ത് ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് നീ ഇറങ്ങുന്നില്ലെങ്കിൽ, ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് വിടുതൽ കൊടുക്കാൻ നീ തയ്യാറാകുന്നില്ലെങ്കിൽ നീ ചെതറിക്കുകയാണ്. എൻ്റെ മക്കളെ, ഞാൻ രക്തം ചിന്തി നേടിയെടുത്ത ആത്മാക്കളെ, വ്യക്തികളെ പിശാചിന് ഇട്ട് കൊടുത്തിട്ട് നോക്കി നിൽക്കുകയാണ് നീ. ഇവിടെ ഓപ്ഷൻ ഇല്ല, നമുക്ക് ഓപ്ഷൻ ഇല്ല. ഇത് നീ ചെയ്യണം. ചെയ്യുന്നില്ലെങ്കിൽ നീ പിശാചിന്റെ ആളാ, ചെയ്യുന്നെങ്കിൽ എൻ്റെ ആളാ. നോ മാൻസ് ലാൻഡ് എന്ന് പറയുന്നത് ദൈവരാജ്യത്തിനും നരകരാജ്യത്തിനും ഇടയ്ക്കില്ല. നോ മാൻസ് ലാൻഡ് എന്ന് പറയുന്നത് അറിയാൻ പാടില്ലേ? ഇല്ലേ? രാജ്യങ്ങൾക്കിടയിൽ അതിർത്തി നിർണ്ണയിക്കുമ്പോൾ കുറച്ച് ഏരിയ രണ്ടിൻ്റേതും അല്ലാതെ ഇടും. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സാധാരണ കിലോമീറ്ററിൽ തന്നെ ഇട്ടേക്കും. അപ്പോൾ ഇച്ചിരി അങ്ങോട്ട് കയറി വന്നാലും മറ്റേ ആളുടെ ചെല്ലിയല്ല. നോ മാൻസ് ലാൻഡ്. പണ്ട് കാരണവന്മാരൊക്കെ പറമ്പ് അതിൽ ഇരിക്കുമ്പോൾ ഇടവഴി ഉണ്ടാക്കും, ഇല്ലേ? അപ്പോൾ ഇച്ചിരി വല്ലതും താഴോട്ട് വീണാലും മറ്റേ പറമ്പിൽ ചെല്ലിയല്ല. ഇടപെടി ഇത്രയും ഒരു കൊട്ടപ്പാട്, അവിടെ നിന്ന് ഒരു കൊട്ടപ്പാട്, ഇവിടുന്ന് വഴക്കില്ല, ഒത്തിരി വഴക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കല്ലുരുണ്ട് വീണാൽ മറ്റേ ആളുടെ പറമ്പിലാകും പ്രശ്നമായി. ഇങ്ങനെ എന്ന് പറഞ്ഞ പോലെ നോ മാൻസ് ലാൻഡ് രണ്ടുപേരുടെ അല്ല, രണ്ടുപേർക്ക് അവകാശപ്പെട്ട് രണ്ട് കിടക്കുകയാണ്. എൻ്റെ അല്ല, നിൻ്റെ അല്ല. നോ മാൻസ് ലാൻഡ്. ദൈവരാജ്യത്തിനും നരകരാജ്യത്തിനും ഇടയിൽ എങ്ങനെയില്ല. ഈശോ പറയാണ്, എന്നോട് കൂടി അല്ല എന്ന് നീ പറഞ്ഞ അപ്പുറത്തോട്, എൻ്റെ ദൈവരാജ്യത്തിൽ നീ പുറത്തേക്ക് കാല് വെച്ചാൽ നരകരാജ്യത്തിലാണ്, നരകരാജ്യത്തിൽ നീ ഇപ്പുറത്തൊരു കാല് വെച്ചാൽ ദൈവരാജ്യത്തിലാണ്. രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് നിൽക്കാൻ പറ്റുകയില്ല. ഒരുപാട് പേര് ചിന്തിക്കുന്ന അത്ര ഒന്നും വലിയ പുണ്യത്തിനും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനൊന്നും പോകണമെന്നില്ല എന്ന് വെച്ചാൽ അത്ര വൃത്തികേടിനും കുരുത്തക്കേട്ടിനും ഒന്നും പോകണമെന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മര്യാദയ്ക്ക് ഒരു ബോധമുള്ള വിശ്വാസത്തിലാണ് ജീവിക്കാമല്ലോ. ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോവുക, ആണ്ടുകുമ്പസാരമൊക്കെ മുടക്കരുത്, വികാരിച്ചം മരിക്കണമെന്നൊക്കെ ചെല്ലണം, കുർബാന സ്വീകരണമൊക്കെ എപ്പോഴും നടത്തുക, പെരുന്നാളിനൊക്കെ കൂടുക, കൂട്ടായ്മയ്ക്കൊക്കെ കൂടുക, അങ്ങനെ അങ്ങ് പോവുക. വലിയ പ്രാർത്ഥനയ്ക്ക് അതില്ല, വലിയ കുരുത്തക്കേടിന് അതിനുമില്ല. ഇങ്ങനെ ഇടയ്ക്കങ്ങ് പോകാൻ ഇങ്ങനെ ഒരു പ്രക്രിയ തമ്പുരാൻ പറഞ്ഞിട്ടില്ല, ഒരു പോസിബിലിറ്റി ഇല്ല. ഒന്നുകിൽ നീ ഈശോയിലേക്ക് നിന്നെ തന്നെയും കൂടെയുള്ളവരെയും ശേഖരിച്ച് വളർത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിന്നെ തന്നെയും കൂടെയുള്ളവരെ നീ തിന്മയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.